ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ചാപ്റ്റർ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ തീർക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കോസ്റ്റിങ്ങിന്റെ നമ്മളിപ്പോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സിലബസിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ 2 ചാപ്റ്ററോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ അക്കൗണ്ട്സ്, സോൾ ട്രേഡറിന്റെ ഫൈനൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിങ്, കമ്പനി അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ കോസ്റ്റിങ്ങും അതുപോലെ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെന്നും ഇവിടെന്നും എന്തെങ്കിലുമൊക്കെ എടുത്ത് പോവാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു സമയം എടുക്കുന്നത്. അപ്പോൾ ഈ സമയം എടുക്കുമ്പോൾ പല ആളുകൾക്കും താല്പര്യക്കുറവുണ്ടാവും. ചിലവർക്ക് ഇത് പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും പെട്ടെന്നൊന്നും നമുക്ക് കഷ്ടപ്പെടാതെ ഒന്നും നേടാനായിട്ട് പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോ ഞാനിപ്പോ സിലബസ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സിലബസ് കംപ്ലീറ്റ് ചെയ്യോ മാം, സിലബസ് തീരുമോ എന്നൊക്കെ ചോദിച്ചു. തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും എനിക്ക് തീരെ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ ഒഴികെ ഞാൻ ക്ലാസ് റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർഡർ വൈസ് ആയിട്ട് നമ്മൾ എല്ലാം പഠിച്ചാൽ മാത്രമേ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിലെ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളല്ലാതെ ഞാനും അടക്കം നമ്മൾ ഈ PSC നോക്കുന്നവര് ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലുള്ള ഒരു പഠനം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇതുവരെ റാങ്ക് മേടിച്ചിട്ടുള്ള ആളുകളും ഒക്കെ അവരുടെയൊക്കെ ഇന്റർവ്യൂസ് കേൾക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവം, ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പലരും നോട്ട് എഴുതി പഠിച്ചു, ചില ആളുകളാണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തു, സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പോയി, എല്ലാം നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ഈ എക്സാമും അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യമൊന്നുമല്ല. ഇത് സബ്ജക്ട് വൈസ് എക്സാം ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇവിടെയും കൃത്യമായിട്ടുള്ള ഒരു സിലബസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, അങ്ങനെ സമയമുള്ള ആളുകൾ സിലബസ് കയ്യിലുണ്ടല്ലോ, സിലബസ് എടുത്ത് നോക്കുക. സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഓരോ പേപ്പേഴ്സ് കവർ ചെയ്യുക. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു സപ്പോർട്ട് വേണം. അല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് മാനേജ്മെന്റ് നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നതാണ്, ഓഡിറ്റിംഗ് നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നതാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഫുൾ എഫേർട്ട് എടുക്കണം. 100% എഫേർട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മളുടെ ഒപ്പം തന്നെ, ഞാൻ ആദ്യം പറയുന്ന കാര്യമാണ്, നമ്മളുടെ ഒപ്പം മത്സരിക്കാൻ വളരെ മിടുക്കരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള ധാരണയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒരു സ്പിരിറ്റ്, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് നമുക്ക് വരുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ഫസ്റ്റ് റാങ്ക് മേടിക്കണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻ റാങ്കിലോട്ട് എത്താൻ പറ്റുള്ളൂ, നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആ വാശിയോടെ, ആ എനർജിയോടെ വേണം നമ്മൾ കാര്യങ്ങളെ സമീപിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് അല്ലേ. സെൽഫ് മോട്ടിവേറ്റഡ് ആവണം എന്നുള്ളതാണ് ഏറ്റവും. നമ്മൾ മറ്റൊരാളുടെ വാക്കുകളിൽ നമ്മൾ സ്വയം അത് ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. ഇനിയുള്ള സമയം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചേക്കുക. ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ എക്സാമിനെയും നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, നമ്മുടെ ലൈഫിനോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്, നമ്മുടെ ലൈഫിൽ ഒരു എക്സാം ക്ലിയർ ചെയ്ത് നമുക്കൊരു ജോലി കിട്ടുമ്പോൾ
ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരും. നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും. നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് പ്രയാസങ്ങൾ മാനസികമായിട്ടൊക്കെ ഒരുപാട്, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ ഇപ്പൊ നമ്മളുടെ സമയത്തെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താലേ പറ്റുള്ളൂ. ഇനിയുള്ള എക്സാമിന്റെ സമയം വരെ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്തിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമിനെയും നമ്മൾ കുറച്ച് കാണരുത്. ഇതെനിക്കറിയാം, അല്ലെങ്കിൽ ഇത് ഇത്രയൊക്കെ പഠിച്ചാൽ മതി, ഇത് ഇവിടെയൊക്കെ നോക്കിയാൽ മതി, അവിടെ നിന്നൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കില്ല. നമ്മൾ വളരെ ടഫാണെന്ന് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓരോ എക്സാമിനെ അങ്ങനെ തന്നെ സമീപിക്കണം. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി പേര് ആദ്യ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കുറെ പേരെ ഇപ്പൊ കാണാനില്ല. കുറെ പേര് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആദ്യ കാലങ്ങളിൽ ഉണ്ടായ കുറച്ച് പേരെ ഒന്നും ഇപ്പോ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവരെ കുറിച്ച് ഒരു അറിവില്ല. അപ്പോ അങ്ങനെ ചിലപ്പോ സമയത്തിന്റെ പരിമിതി കൊണ്ട് അവർ കാണാത്തതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരോടും നിങ്ങളോടും ഇത് കാണുന്നവരോടും ഒക്കെ പറയാനുള്ളത്, ട്രൈ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ എഫേർട്ട് സിൻസിയർ ആണ് എന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം അത് ഈശ്വരൻ കാണുന്നുണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിന്റെ റിസൾട്ട് നാളെ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ മോട്ടിവേഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവാക്കി കഴിയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അവിടെ കിടക്കും. അപ്പൊ സാരമില്ല, ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഇച്ചിരി അവരൊന്ന് ചാർജ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഐഡിൽ ടൈം ഇന്ന് പഠിക്കാം. ഐഡിൽ ടൈം എന്താണ്? ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വർക്കർ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ആ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ അയാൾക്ക് എന്ത് കിട്ടുന്നത്? സാലറി കിട്ടുന്നത്, വേജ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന, അങ്ങനെ ആ സ്ഥാപനത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ആ സമയത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയർ അതിന് പൈസ കൊടുക്കും. പക്ഷേ എംപ്ലോയർ കൊടുക്കുന്ന പൈസയ്ക്ക് അയാൾക്ക് തിരിച്ചെന്ത് കിട്ടില്ല? ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് എ വർക്കർ പ്രൊഡ്യൂസ് നത്തിങ് ബട്ട് ഫോർ വിച്ച് ഹി ഗെറ്റ്സ് വേജസ്. കണ്ടോ, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും വർക്കർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു സ്ഥാപനത്തില് പല രീതിയിൽ ഐഡിൽ ടൈം വരാം, അല്ലേ? പല രീതിയിൽ ഐഡിൽ ടൈം, വെറുതെ ടൈം വരാം. അപ്പൊ ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പ്രൊഡക്റ്റീവായിട്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ടൈം വേജ് സിസ്റ്റം ഒക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു മാസം നമ്മൾ ശമ്പളം അങ്ങോട്ട് കൊടുക്കും. പക്ഷെ ആ ഒരു മാസം എല്ലാ സമയം അയാൾ ഫാക്ടറിയിൽ വന്ന് അയാൾ പോകുന്നത് വരെ, അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് അയാൾ ജോലി കഴിഞ്ഞ് പോകുന്നത് വരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇതിനിടയ്ക്ക് എത്ര സമയം പോകുന്നുണ്ട്? ഈ പോകുന്ന സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഐഡിൽ ടൈം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. നോർമൽ ഐഡിൽ ടൈമും അബ്നോർമൽ ഐഡിൽ ടൈമും ഉണ്ട്. നോർമൽ ഐഡിൽ ടൈമും അബ്നോർമൽ ഐഡിൽ ടൈമും ഉണ്ട്. അപ്പൊ നോർമൽ ഐഡിൽ ടൈമും ഉണ്ട്, അബ്നോർമൽ ഐഡിൽ ടൈമും ഉണ്ട്. അപ്പൊ നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റൊട്ടീൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ നോർമലായിട്ട് കാര്യങ്ങൾ, നമ്മൾ ജോലികൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സാധാരണ രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന സമയത്തിന്റെ നഷ്ടമാണ് ടൈം ലോസ്റ്റ് ആവുന്നത്, അല്ലെ സമയം നഷ്ടമാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സമയനഷ്ടത്തെയാണ്. അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്, അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ
എന്ത് ചെയ്യണം? ഇത്തരം സമയത്തിലുണ്ടാകുന്ന ഈ സമയനഷ്ടം, ഇങ്ങനെ സമയം വെറുതെ കളയുന്നത്, സമയം വെറുതെ പോകുന്നത് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? കുറയ്ക്കാൻ നോക്കണം. പക്ഷെ എത്ര നമ്മൾ ശ്രമിച്ചാലും ഇത് ഡെയിലി ഒരു വർക്കിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സമയനഷ്ടമായതുകൊണ്ടാണ് ഇതിനെ നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ നോർമൽ ഐഡിൽ ടൈം ഉണ്ടാകുന്നത്? എങ്ങനെയൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ എങ്ങനെ സമയം പോകുന്നത്? ഒന്ന്, നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ എടുക്കുന്ന ഒരു സമയം. ഇപ്പൊ വലിയ ഒരു ഫാക്ടറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീച്ച് ആവാൻ എടുക്കുന്ന ഒരു സമയം, അതൊരു സമയനഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ അവിടുത്തെ മെഷീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മെഷീൻ സെറ്റപ്പ് ഒക്കെ ഒന്ന് റെഡിയായി വരാൻ എടുക്കുന്ന സമയം. അതുപോലെ തന്നെ മെഷീനറിയുടെ റിപ്പയേഴ്സ്, നോർമലി വരുന്ന റിപ്പയേഴ്സും മെയിൻ്റനൻസിനും ഒക്കെ പോകുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ജോബ്, ഏത് ജോലിയാണ് ചെയ്യേണ്ടേ, ഇന്ന് ഏത് ജോലിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മുകളിൽ നിന്ന് ഓർഡർ കിട്ടാനെടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമുക്ക് റീച്ച് ആവാൻ എടുക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്ക്, ഇങ്ങനെ എന്താണ് നമുക്ക് സമയനഷ്ടം ഉണ്ടാവും. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നഷ്ടമാണ്. ഈ നഷ്ടത്തെയാണ് നമ്മൾ നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഐഡിൽ ടൈമിന്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞ അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ കാണിക്കും. ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നോർമൽ ഐഡിൽ ടൈം ഈസ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആൻഡ് therefore it has to be included in the cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത് അവോയ്ഡബിൾ ആണ്. അബ്നോർമൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഡെയിലി റൊട്ടീനിന്റെ ഭാഗമായിട്ടൊന്നും സംഭവിക്കുന്നതല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ആ സമയനഷ്ടം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ലോസ് ഓഫ് ടൈമാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഒരു മെഷീന്റെ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ വലിയ റിപ്പയർ, അല്ലെങ്കിൽ വലിയൊരു റിപ്പയർ വരിക, മെഷീൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗണോ അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടല്ലേ. നമ്മൾ മെഷീൻസ് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത്തരത്തിലുള്ള ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? സമയനഷ്ടം വരും. അതുപോലെ തന്നെ പവർ ഫെയിലിയർ വരിക, കറണ്ട് പോവുക, അപ്രതീക്ഷിതമായിട്ട് കറണ്ട് പവർ പോകുന്നതും ഈ പറഞ്ഞ പോലെ ഫാക്ടറി ആ ഒരു പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് എന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഷോർട്ടേജ്, മെറ്റീരിയൽ ഷോർട്ടേജ് വന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? സ്റ്റോർ കീപ്പറിന്റെ ഒരു ഇൻഎഫിഷ്യൻസി, അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഎഫിഷ്യൻസി കാരണം സംഭവിക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അവോയ്ഡ് ചെയ്യാമായിരുന്നു, അല്ലേ? അപ്പൊ ഇത്തരത്തിൽ അവോയ്ഡബിൾ ആയിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള കേസിൽ വരുന്ന സമയനഷ്ടമാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഫാക്ടറിയിൽ ഉണ്ടാകുന്ന സ്ട്രൈക്ക്, ലോക്കൗട്ട്, അതുപോലെ തന്നെ മറ്റ് ആക്സിഡൻസ്, ഫയർ എന്തെങ്കിലും സംഭവിക്കുക, അതുപോലെ തന്നെ അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് വേണമെങ്കിൽ ശ്രമിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ഇൻഎഫിഷ്യൻസി കാരണം സംഭവിക്കുന്ന സമയനഷ്ടമാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് അബ്നോർമൽ ലോസസ്, no abnormal loss should be included in the cost of the product. ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റിൽ അബ്നോർമൽ ആയിട്ടുള്ള ലോസസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അബ്നോർമൽ ഐഡിൽ ടൈം അല്ല. അതുകൊണ്ട് ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് എവിടെ കാണിക്കും? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അപ്പൊ നോർമൽ ഐഡിൽ ടൈം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യില്ല. പകരം
കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കാണിക്കും. അപ്പൊ ഐഡിൽ ടൈം എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓവർ ടൈം ആണ്. അപ്പൊ നമ്മൾ ഐഡിൽ ടൈം പറഞ്ഞു. ഐഡിൽ ടൈമിന്റെ നേരെ ഓപ്പോസിറ്റ്. ഐഡിൽ ടൈമില് വർക്കർ ജോലി ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെ, സമയം വേസ്റ്റ് ആവുന്ന അല്ലെ സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് ഐഡിൽ ടൈം. ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വർക്കിംഗ് അവേഴ്സും കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരവസ്ഥ. നോർമൽ വർക്കിംഗ് അവേഴ്സിലും കൂടുതൽ നമ്മൾ ജോലി ചെയ്യുന്ന, എക്സ്ട്രാ ടൈം എടുത്ത് ജോലി ചെയ്യുന്ന അവസ്ഥയാണ് ഓവർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 1948 ഫാക്ടറി ആക്ട് അനുസരിച്ച് നമ്മൾ ഇത്തരത്തിൽ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് മോർ ദാൻ 9 hours. അപ്പോ കണ്ടോ, ഇഫ് എ വർക്കർ വർക്ക്സ് മോർ ദാൻ 9 hours ഓൺ എനി ഡേ ഓർ 48 hours ഇൻ എ വീക്ക്, ഒരാഴ്ചയിൽ 48 അവേഴ്സിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 9 hours കൂടുതലോ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓവർ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ നോർമൽ കിട്ടുന്ന പേയ്മെന്റിന്റെ ഡബിൾ ആയിരിക്കും ഈ പറഞ്ഞ രീതിയിൽ ഓവർ ടൈം ചെയ്യുമ്പോൾ കിട്ടുന്ന പേയ്മെന്റ് എന്ന്, അങ്ങനെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? A worker is asked to do overtime when he finishes his normal hours. Then the amount payable to a worker over and above the normal rate is overtime premium. അപ്പം നമ്മൾ ഈ ഓവർടൈം ചെയ്യുന്നതിന് കൊടുക്കുന്ന നോർമൽ റേറ്റിൽ നിന്ന് ഒരു കൂടിയ റേറ്റിനായിരിക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഡബിൾ റേറ്റ് ആയിരിക്കും അല്ലേ, നമ്മൾ സാധാരണ കൊടുക്കുന്നതിൽ നിന്നും ട്വൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. കണ്ടോ, ഓർഡിനറി റേറ്റിനേക്കാൾ ട്വൈസ് കൊടുക്കണമെന്നാണ് ഫാക്ടറി ആക്ട് 1948 ഫാക്ടറി ആക്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് വേജ് ഡ്യൂ ടു എ വർക്കർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. അപ്പൊ നോർമൽ അവേഴ്സ്, ഒരു ആഴ്ചയിലുള്ള നോർമൽ അവേഴ്സ് 44 മണിക്കൂറാണ്. അവിടെ ആക്ച്വൽ ബുക്ക്ഡ് അവേഴ്സ് 50 hours ആണ്. അതായത് 50 hour ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വർക്ക് ചെയ്തത്. റേറ്റ് പെർ അവർ ₹100 ആണ്. നോർമലി കൊടുക്കുന്ന ഒരു അവറിന് കൊടുക്കുന്നത് 100 രൂപയാണ്. ഓവർ ടൈം ചെയ്യുമ്പോൾ കൊടുക്കുന്നത് 200%, നോർമൽ റേറ്റിന്റെ 200% കൊടുക്കുന്നത്. അതായത് ഇരട്ടിയായിരിക്കും കൊടുക്കുന്നത്. 100 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് 200 രൂപ കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആക്ച്വലി അയാള് 44 മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പൊ 44 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു അവറിന് 100 രൂപ വെച്ചിട്ട് അയാൾക്ക് 4400 രൂപ കിട്ടും. പ്ലസ് അയാൾ ഓവർ ടൈം വർക്ക് ചെയ്തു. എത്ര ഓവർ ടൈം വർക്ക് ചെയ്തു? ഇവിടെ 50 hours ബുക്ക്ഡ് എന്നല്ലേ പറഞ്ഞ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 50 - 44 എത്ര? 6 hours അയാൾ എന്ത് ചെയ്തു? ഓവർ ടൈം വർക്ക് ചെയ്തു. അപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓവർ ടൈമിനുള്ള വേജ്, ഓവർ ടൈം വേജ് 6 × 100. അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഓവർ ടൈം വേജ് 6 × 100, ആ 6 അവേഴ്സിന് 100 രൂപ വെച്ചിട്ട് കിട്ടും. പ്ലസ് ഓവർ ടൈം പ്രീമിയം 6 × 100. അതായത് ഓവർ ടൈമിന് 200% ഓഫ് നോർമൽ റേറ്റ്, നോർമൽ റേറ്റിന്റെ 200% ആണ് കിട്ടുന്നത്. ഇത് രണ്ടായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഇതായിട്ട് ചെയ്യാം കേട്ടോ. നോർമൽ റേറ്റിന്റെ 200%, 200% എന്ന് പറയുമ്പോൾ നോർമൽ റേറ്റ് ഇവിടെ എത്രയാണ്? 100. 100ന്റെ 200% എന്ന് പറയുമ്പോൾ 200 അല്ലേ. 200 × 6 ചെയ്താൽ മതി. സെയിം തന്നെയല്ലേ കിട്ടുന്നത്, 1200 തന്നെയാ കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ എത്ര വരും? 4400 + 600 + 600 5600. ക്ലിയർ ആയോ? അപ്പോൾ ഓവർ ടൈം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ഓർഡിനറി റേറ്റിന്റെ ട്വൈസ് കൊടുക്കണം. ഓർഡിനറി റേറ്റ് ഇവിടെ 100 ആണെങ്കിൽ അതിന്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 200 ആയിരിക്കും അയാൾ ഓവർ ടൈം ചെയ്യുമ്പോൾ കിട്ടുന്ന വേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊന്നും പ്രോബ്ലം ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്.
നെക്സ്റ്റ് വരുന്ന ലേബർ ടേൺ ഓവർ എന്ന്. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ ഫോഴ്സ് എന്ത് ചെയ്യുകയാണ്? ഓർഗനൈസേഷന്റെ ലേബർ ഫോഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് റിട്ടയർമെന്റ് കാരണമോ റെസിഗ്നേഷൻ കാരണമോ അല്ലെങ്കിൽ റിട്രെഞ്ച്മെന്റ് കാരണമോ എന്തെങ്കിലും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ലേബർ ഫോഴ്സിനുണ്ടാകുന്ന അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. It may be defined as a ratio of the number of workers leaving an organization during the given period to the average number of workers of that organization during the same period. നിലവില് നമ്മുടെ ഓർഗനൈസേഷനിലെ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സിൽ എത്ര പേരാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ സ്ഥാപനം വിട്ടു പോകുന്നത്, ഇതിന്റെ ഒരു റേഷ്യോ ആണ് ശരിക്കും ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ ലേബർ ടേൺ ഓവർ പല രീതിയിൽ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് ഞാൻ ഇത് പറഞ്ഞാണ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നിങ്ങൾ ഈ ഫോർമുല മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ സെപ്പറേഷൻ മെത്തേഡ്, റീപ്ലേസ്മെന്റ് മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ്, അതുപോലെ തന്നെ റിക്വയർമെന്റ് മെത്തേഡ്, ഈ ഒരു രീതിയിൽ നമുക്ക് ലേബർ ടേൺ ഓവർ കണ്ടുപിടിക്കാം. ലേബർ ടേൺ ഓവർ റേഷ്യോ, അപ്പൊ LTR ലേബർ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം. ഇപ്പൊ സെപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് ലേബർ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഇൻറ്റു 100. നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഇൻറ്റു 100. ഇവിടെ എല്ലാത്തിലും എല്ലാ ഫോർമുലയിലും താഴെ വരുന്നത് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിംഗ് ദ പീരിയഡ് ആണ്. അപ്പൊ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദ എൻഡ് ഡിവൈഡഡ് ബൈ 2. തുടക്കത്തിലുള്ള വർക്കേഴ്സ് പ്ലസ് നമ്മുടെ ഇയർ എൻഡിലുള്ള വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് കിട്ടും. അപ്പൊ സെപ്പറേഷൻ മെത്തേഡില് ലേബർ ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡ്യൂറിംഗ് ദ പീരീഡ്, ആ വർഷം കമ്പനി വിട്ട് പുറത്തു പോയ വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിംഗ് ദ പീരീഡ്, ആ വർഷമുള്ള ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100 ചെയ്താൽ ലേബർ ടേൺ ഓവർ റേഷ്യോ സെപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് കിട്ടും. ഇനി റീപ്ലേസ്മെന്റ് മെത്തേഡിൽ ലേബർ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിങ് എ പീരീഡ്, ഒരു പ്രത്യേക ഒരു പീരിയഡിൽ മാറ്റി പുതിയ വർക്കേഴ്സ് വരുമല്ലോ, പഴയ വർക്കേഴ്സ് മാറി പുതിയ വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിങ് എ പീരിയഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഡ്യൂറിങ് ദ പീരിയഡ് ഇൻറ്റു 100. നമ്മൾ പേ റോളിലുള്ള വർക്കേഴ്സിന്റെ നമ്പറാണ് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഡ്യൂറിങ് ദ പീരിയഡ് ഇൻറ്റു 100. അതാണ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ വരുന്നത്. അപ്പൊ ഫ്ലെക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. Number of workers left plus number of workers replaced during the period divided by average number of workers during the period into 100. ഫ്ലക്സ് മെത്തേഡ് കാണുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ഓർത്താൽ മതി. നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിംഗ് എ പീരിയഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഡ്യൂറിംഗ് ദ പീരിയഡ് ഇൻറ്റു 100. ഇനി അടുത്ത മെത്തേഡ് റിക്വയർമെന്റ് മെത്തേഡാണ്. എത്ര പേരാണ് ആവശ്യം വരുന്നത് അതാണ്. അപ്പൊ ലേബർ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്വയർഡ് ടു ബി റീപ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്, ഈ വർഷം റീപ്ലേസ് ചെയ്യുന്ന വർക്കേഴ്സിന്റെ എണ്ണം. നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്വയർഡ് ടു ബി റീപ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഡ്യൂറിംഗ് ദ പീരിയഡ് ഇൻറ്റു 100. എല്ലാത്തിലും ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് അടിയിൽ വരുന്നത്. അത് ബിഗിനിങ് പ്ലസ് എൻഡിലെ വർക്കേഴ്സ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ കിട്ടും. അപ്പൊ ഇതിന്റെ ഫോർമുല ഒന്നും ഞാൻ പറയുന്നില്ല, ഫോർമുല അല്ല, പ്രോബ്ലം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ നെക്സ്റ്റ് വരുന്ന ടൈം സ്റ്റഡിയാണ്. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുക്കുന്നത്, അയാളുടെ സ്കില്ല് അയാളുടെ എബിലിറ്റി ഒക്കെ ഉപയോഗിച്ച് ആ വർക്ക് പെർഫോം ചെയ്യാനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതാണ് ടൈം സ്റ്റഡിയിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ബിസിനസ് മാനേജ്മെന്റിലൊക്കെ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ഒക്കെ. ഇനി അടുത്ത മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഒരു വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം ആ ബോഡി മൂവ്മെന്റ് ഒക്കെ വരുന്നത്, ആ ഒബ്സർവേഷൻ ഓഫ് ദി മൂവ്മെന്റ് ഓഫ് ദി ബോഡി ആൻഡ് ലിംസ് റിക്വയർഡ് ടു പെർഫോം എ ജോബ്. ഒരു ജോലി പെർഫോം ചെയ്യാൻ ഏതൊക്കെ രീതിയിലുള്ള ആക്ഷൻസ് ആണ് വേണ്ടത്, ബോഡി ആ മൂവ്മെന്റ് ആണ് മോഷൻ സ്റ്റഡിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആക്ഷൻസ്, മോഷൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഷൻ സ്റ്റഡി നടത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തത് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ജോലി ചെയ്യാനായിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ്, എന്തൊക്കെ സ്കിൽസ് ആണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ്, എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിനെ, മനസ്സിലാക്കുന്നതിനെ ആണ് എന്തെന്ന് പറയുന്നത്? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല ആളുകളെ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ആ ജോലിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നുണ്ട് ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു നോൺ ഫിനാൻഷ്യൽ ടെക്നിക്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഒരു റെക്കഗ്നിഷൻ കിട്ടാനായിട്ട്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിൽ ആ ജോബിനെ മാറ്റുക എന്നുള്ളതാണ് ശരിക്കും ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ജോലി ഒരു മടുപ്പില്ലാത്ത രീതിയിൽ നല്ല എന്താ പറയുക, ഒരുപാട് പ്രൊമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, കുറെ കൂടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജോബിനെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ മടുപ്പില്ലാത്ത രീതിയിൽ ആ ഒരു എംപ്ലോയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ജോലിയെ മാറ്റുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഇതൊക്കെ നമുക്ക് ബിസിനസ് മാനേജ്മെന്റിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് എക്സാമിന് വരാൻ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്